കാറ്റത്തെ കിളിക്കൂട് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ഹരീഷും നീതു ഇങ്ങനെ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രണയാർദ്ദമായ അവരുടെ ആ ഒരു സംസാരം കേൾക്കുന്ന സമയത്തിന് ലോകത്ത് അവരല്ലാതെ മറ്റാരുമില്ല എന്ന് പോലും ഒരു നിമിഷം അവർക്കങ്ങ് തോന്നിപ്പോവാണ്. നാളത്തെ ആ ഒരു യാത്രയെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ എനിക്കെന്തോ വല്ലാത്ത സന്തോഷം തോന്നുന്നു നീതു. ഹരീഷിന്റെ ശബ്ദത്തിൽ ചെറിയൊരു ആവേശം നിറഞ്ഞു നിന്നു. ഞങ്ങൾ എല്ലാവരും കൂടി നാളെ കുടുംബക്ഷേത്രത്തിലേക്ക് പോവാണ്. ഒരുപാട് നാളായിട്ടുള്ള ആഗ്രഹമാ. 3-4 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി ഇങ്ങോട്ടേക്ക് തിരികെ വരത്തുള്ളൂ. ഇത് കേട്ടപ്പോൾ നീതുവിന്റെ മുഖത്ത് ചിരി അങ്ങ് മാഞ്ഞു. അവളുടെ ചുണ്ടിൽ നേരിയൊരു വിഷമത്തോടു കൂടെ കൂട്ടി. എനിക്കും കൂടെ വരണമായിരുന്നു ഹരീഷേട്ടാ. എല്ലാവരും കൂടെ പോകുമ്പോൾ ഞാൻ മാത്രം ഇവിടെ. ഹരീഷ് ഒന്ന് ചിരിച്ചു. ആ ചിരിയിൽ അവളോടുള്ള അതിരില്ലാത്ത കരുതലുണ്ടായിരുന്നു. അതിനെന്താ നീതു, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ. വിവാഹം കഴിഞ്ഞു കഴിയുമ്പോ നിന്നെയും കൂട്ടിക്കൊണ്ട് ഞാൻ ക്ഷേത്രത്തിലേക്ക് പോകും. ഈ വർഷം ഏതായാലും നിനക്ക് വരാൻ പറ്റില്ലല്ലോ. അടുത്ത വർഷം നീ എന്റെ കൂടെ ഉണ്ടാവും, പോരെ? ആ വാക്ക് കേട്ടപ്പോ നീതുവിന്റെ കണ്ണുകൾ അങ്ങ് തിളങ്ങി. അവൾക്ക് വല്ലാതെ നാണം തോന്നി. കല്യാണം കഴിഞ്ഞില്ലെങ്കിലും അടുത്ത വർഷം ഞാൻ ഉറപ്പായിട്ടും കുടുംബക്ഷേത്രത്തിലേക്ക് വരും കേട്ടോ, അവൾ വാശി പോലെ പറഞ്ഞു. ശരി, ആയിക്കോട്ടെ. നീ ഫോൺ വെക്കല്ലേ നീതു, ഞാനൊന്ന് പറയട്ടെ എന്ന് ഹരീഷ് എന്തോ പറയാൻ തുടങ്ങിയെങ്കിലും നീതു ഫോണുമായി പതിയെ ഹാളിലേക്ക് അങ്ങ് നടന്നു. ഹാളിൽ അപ്പോ കുറച്ച് തിരക്കായിരുന്നു. അഖിലിന് കഴിക്കാനുള്ള ചോറും കറിയൊക്കെ എടുത്തു വെച്ച് കൊടുക്കുകയായിരുന്നു ലത. അവരുടെ മുഖത്ത് എപ്പോഴും ഉള്ളതുപോലെ എന്തോ വലിയ അതൃപ്തിയുണ്ട്. അപ്പോഴാണ് ഫോണും പിടിച്ച് മുഖത്തൊരു വലിയ ചിരിയുമായി നീതു അങ്ങോട്ടേക്ക് വരുന്നത്. ലതയുടെ കണ്ണുകൾ നീതുവിന്റെ മുഖത്തേക്ക് തറഞ്ഞു നിന്നു. അവരുടെ നെറ്റി അങ്ങ് ചുളിഞ്ഞു. എന്താടി നീ ആരുമായിട്ട് ഈ ഫോണിൽ ചിലച്ചോണ്ട് നിൽക്കുന്നത്? മുഖത്തൊരു ഇളിപ്പാണല്ലോ നിനക്ക്. ലതയുടെ ശബ്ദം പരിക്കനായിരുന്നു. നീതു ഫോൺ ഇങ്ങനെ താഴ്ത്തി പിടിച്ചുകൊണ്ട് തന്നെ വളരെ സ്വാഭാവികമായി പറഞ്ഞു. അത് എന്നെ ഇപ്പോ ഹരീഷേട്ടനെ വിളിച്ചോണ്ടിരിക്കുന്നത്. ഹരീഷേട്ടനും കുടുംബവും നാളെ അവരുടെ കുടുംബക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. 3-4 ദിവസം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ എന്ന് പറയാൻ വിളിച്ചതാണ്. ലതയുടെ മുഖം വക്രിച്ചു. അവളുടെ കണ്ണിൽ ഒരു പുച്ഛം നിറഞ്ഞു. ഓ, അതിന് നിന്നെ എന്തിനാ വിളിച്ചു പറയുന്നത്? വല്ല അമ്പലത്തിന് പോകുന്ന കാര്യമൊക്കെ നിന്നോട് വിളിച്ചു പറയണമെന്നുണ്ടോ? അതെ, എന്നോട് കൂടെ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. കല്യാണം കഴിഞ്ഞിരുന്നെങ്കിൽ ഞാനും കൂടെ പോയേനെ എന്ന് ഞാൻ പറഞ്ഞു. നീതുവിന്റെ വാക്കുകളിൽ മനഃപൂർവ്വം അവരെ ദേഷ്യം പിടിപ്പിക്കാനുള്ള ഒരു കുസൃതി ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഇത് കേട്ടപ്പോൾ ലതയുടെ നിയന്ത്രണം വിട്ടു. അവരുടെ കണ്ണുകൾ കോപം കൊണ്ട് ജ്വലിച്ചു. നിനക്ക് നാണമില്ലടി ഇങ്ങനെയൊക്കെ പറയാൻ? ഒരു കുടുംബക്ഷേത്രത്തിലേക്ക് പോകുന്ന കാര്യം നിന്നോട് വിളിച്ചു പറയാ, നീ അത് കേട്ട് ഞങ്ങളുടെ മുന്നിൽ വന്ന് ഇളിച്ചു നിൽക്കുക. ഇതൊക്കെ കേൾക്കുമോ എനിക്ക് വല്ലാതെ താല്പര്യമൊന്നും തോന്നുന്നില്ല. നീ നിന്റെ പാട് നോക്കി പോയവിടുന്ന്. നീതുവിന് ലതയുടെ ദേഷ്യം കണ്ടിട്ട് ഉള്ളിൽ ചിരിയാ വന്നത്. അവൾ ഒട്ടും വിട്ടുകൊടുക്കാതെ തന്നെ പറഞ്ഞു. ഇതിലെന്താ ഇത്ര നാണിക്കാനുള്ളത്? ഉള്ള കാര്യമല്ലേ ഞാൻ പറഞ്ഞോളൂ. അടുത്ത വർഷം ഇതേ സമയത്ത് ഞങ്ങളുടെ കല്യാണം കഴിയും. അപ്പോ ഞാൻ ഹരീഷിനോടൊപ്പം തന്നെ അവിടെ കുടുംബക്ഷേത്രത്തിലേക്ക് പോവുകയും ചെയ്യും. അതിലാർക്കും ഒരു സംശയം വേണ്ട. അത്രയും പറഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടി തന്നെ അവൾ അങ്ങ് അകത്തേക്ക് കയറിപ്പോയി. ഇതെല്ലാം കേട്ടോണ്ട് നിൽക്കുന്ന സമയത്തിന്റെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന അഖിലിന് ദേഷ്യം ഇരിച്ചു കയറാണ്. അവൻ ആ പ്ലേറ്റിൽ നിന്നും ഒരു കയ്യങ്ങെടുത്ത് ദേഷ്യത്തോടു കൂടെ അമ്മയെ നോക്കി. അവളുടെ ഒരു ഹരീഷേട്ടൻ. ദേ അമ്മേ, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഇവളുടെ ഈ അഹങ്കാരം കണ്ടില്ലേ, എനിക്ക് എന്തോ താങ്ങാൻ പറ്റാവുന്നത് പോലെ അവളുടെ ആ ഒരു സംസാരം. ലത മകനെ എങ്ങനെ സമാധാനിപ്പിച്ചു. എടാ, അവൾ എന്തെങ്കിലുമൊക്കെ പറയട്ടെ, നീ അതൊന്നും ഇപ്പൊ മൈൻഡ് ചെയ്യാനൊന്നും പോവണ്ട. അവളുടെ ഒരു അഹങ്കാരം അധിക നാളേതായാലും ഈ ഒരു അഹങ്കാരം ഒന്നും നീണ്ടു നിൽക്കില്ല. ഞാൻ ഏതായാലും അതൊക്കെ കാണിച്ചു കൊടുക്കാം. അങ്ങനെയൊക്കെ പറയണേ. ഇതേ സമയം മുറിയിൽ തിരിച്ചെത്തിയ നീതുവിനോട് ഫോണിലൂടെ ഇങ്ങനെ ഹരീഷ് സംസാരിക്കുകയാണ്. നീ എന്തിനാ നീതു അവരോട് ഇങ്ങനെ ഇതൊക്കെ പറയാൻ പോയത്? വെറുതെ ഓരോ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പോയതാണോ നീ? അവരും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കട്ടെ ഹരീഷേട്ടാ. എന്റെ സന്തോഷം കാണുമ്പോൾ അവർക്ക് എന്തോ ഉണ്ടാവാൻ പോകുന്ന ആ ഒരു അസൂയ ഉണ്ടല്ലോ, അത് കാണാൻ എനിക്ക് നല്ല രസാ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അങ്ങോട്ടേക്ക് പോയത്. നീതു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഹരീഷും ആ ചിരിയിൽ അങ്ങ് പങ്കുചേരുകയാണ്. അങ്ങനെ ആ രാത്രി അങ്ങ് പ്രതീക്ഷകളുടെയും കാത്തിരിപ്പിന്റെയും പേരിൽ അങ്ങ് കടന്നു പോവാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ വീട്ടിൽ വലിയ ബഹളമുണ്ടായിരുന്നു. യാത്രക്കുള്ള ആ ഒരു തയ്യാറെടുപ്പിലാണ് എല്ലാവരും. വീടിന്റെ മുറ്റത്ത് കാറ് കഴുകി വൃത്തിയാക്കി നിർത്തിക്കൊണ്ടതിന് ഓരോരുത്തരെയും അവർക്ക് കൊണ്ടുപോകാനുള്ള ഡ്രസ്സും സാധനങ്ങളും ഒക്കെ ബാഗിലേക്കുന്ന തിരക്കിലാണ്. സുധീഷ് ഹരീഷിന്റെ അടുത്തേക്ക് വന്നു. അവന്റെ മുഖത്ത് വല്ലാത്തൊരു തിടുക്കമുണ്ടായിരുന്നു. എടാ ഹരീഷേ, ഇതിനകത്ത് എന്തെങ്കിലും എന്ന് എടുത്തിട്ടില്ലേ? നിന്റെ ബാഗ് കണ്ടിട്ട് വല്ലാതെ കാലിയാവുന്നത് പോലെ തോന്നുന്നുണ്ടല്ലോ. ഹരീഷ് ചിരിച്ചോണ്ട് പറഞ്ഞു. 3-4 ജോഡി ഷർട്ടൊക്കെ എടുത്തിട്ടുണ്ട്, അതുപോലെ. നമ്മൾ 3-4 ദിവസത്തേക്കല്ലേ പോകുന്നുള്ളൂ. വലിയ ലഗേജും ഒന്നും എനിക്ക് വേണ്ട. അത് മതി. അപ്പോഴേക്കും സുഭാഷും നിധിയും ചാന്ദിനിയും എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് വന്നു. അവരുടെ എല്ലാവരുടെയും ബാഗെല്ലാം തന്നെ ഓക്കെ ആയിരുന്നു. എല്ലാവരും കൃത്യമായി സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. നിധിയുടെ മുഖത്ത് യാത്രയുടെ വലിയൊരു ആവേശമുണ്ടായിരുന്നു. സുധീഷ് ഇടയ്ക്കിടെ നിധി എങ്ങനെ ഒളികണ്ണാൻ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അങ്ങോട്ട് നികേഷിന്റെ വരവ്. അവൻ വല്ലാത്തൊരു പരവേശത്തോടു കൂടിയാ വന്നിട്ട് നേരെ സുഭാഷേട്ടനോട് ചോദിച്ചു. സുഭാഷേട്ടാ, എന്റെ ആ ബ്ലൂ കളറിലെ ഷർട്ടിൽ കഴുകിയിട്ടിരുന്നോ എന്ന്? എനിക്കത് കാണുന്നില്ലല്ലോ. സുഭാഷ് നെറ്റി ചുഴിച്ചു. എന്തിനാടാ ഇപ്പൊ അത്? വേറെ എത്രയോ ഷർട്ട് കിടക്കുന്നില്ലേ നിനക്ക്?
അത് എനിക്ക് കൊണ്ടുപോകാനായിട്ടാ. ആ ഷർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടാ. നികേഷ് വാശി പിടിച്ചു. ഹരീഷ് ഇടപെട്ടു. എടാ, നിനക്കത് മാത്രമേ ഉള്ളൂ? വേറെ ഒന്നും നിനക്കില്ലേ? ഈ വീട്ടിൽ നിനക്ക് വേറെ ഡ്രസ്സൊന്നും ഇടാനില്ലേ? നീ പോയി ഏതെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് പോയോ? ഇനിയിപ്പൊ അത് വേണം, അത് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിനക്ക് എന്താ ഇത്ര നിർബന്ധം? നിനക്കെന്താ വേറെ ഇഷ്ടംപോലെ ഷർട്ട് ഉണ്ടല്ലോ ഷെൽഫില്? നികേഷ് മുഖം വീർപ്പിച്ച് അകത്തേക്ക് അങ്ങ് ഓടിപ്പോയി. അപ്പോഴേക്കും സുഭാഷ് എല്ലാവരോടായി പറഞ്ഞു, എല്ലാവരും പോവാൻ റെഡിയായിട്ട് വന്ന് നിൽക്ക്. നിപ്പായി അവൻ മാത്രം ഇതുവരെയായിട്ട് ഡ്രസ്സ് പോലും എടുത്തു വെച്ചിട്ടില്ല. ഇനി അവന് വേണ്ടി കാത്തു നിൽക്കേണ്ടി വരുമല്ലോ. കുറച്ചു കഴിഞ്ഞപ്പോൾ നികേഷ് ഒരു വലിയ ബാഗുമായി അങ്ങോട്ടേക്ക് പുറത്തു വന്നു. ആ ബാഗ് കണ്ടപ്പോൾ തന്നെ എല്ലാവരും അങ്ങ് അന്തം വിട്ടു പോവാണ്. ഒരു വലിയ ട്രോളി ബാഗ്. സുധീഷ് അത് കണ്ടങ്ങ് പൊട്ടിച്ചിരിച്ചു പോയി. എന്നിട്ട് ചോദിച്ചു, എടാ, നീ അവിടെ സ്ഥിരതാമസമാക്കാൻ വേണ്ടി പോവാണോ? നമ്മൾ ഏതാനും 3-4 ദിവസത്തേക്കല്ലേ അങ്ങോട്ടേക്ക് പോകുന്നത്. ഇതിനകത്ത് എന്താ ഇത്രയും അധികം എടുക്കാൻ മാത്രമുള്ളത്? നികേഷ് വല്ലാതെ അങ്ങ് ചമ്മിപ്പോയി. ഒന്ന് പോ സുധീഷേട്ടാ, ആവശ്യത്തിലുള്ള ഡ്രസ്സും സാധനങ്ങളൊക്കെ വേണ്ടേ? അവിടെ ചെന്നിട്ട് അലക്കാനൊന്നും എനിക്ക് വയ്യ. അവൻ ബാഗും വലിച്ചങ്ങ് കാറിന്റെ അടുത്തേക്ക് നടന്നു. അങ്ങനെ എല്ലാവരും കൂടി സന്തോഷത്തോടു കൂടി ബാഗും എല്ലാം കൊണ്ടുപോയി കാറിന്റെ ഡിക്കിലേക്ക് അങ്ങ് വെക്കണേ. ആ സമയത്താണ് ഭാസ്കരൻ അങ്ങോട്ടേക്ക് പാഞ്ഞു വരുന്നത്. അദ്ദേഹത്തിന്റെ കയ്യിലുമുണ്ട് വലിയൊരു ബാഗ്. വന്നപാടെ അദ്ദേഹം ആ കാറിന്റെ ഡിക്കിലേക്ക് അത് അങ്ങോട്ടേക്ക് വെച്ചു. അത് കണ്ടപ്പോൾ സുധീഷ് അത്ഭുതത്തോട് ചോദിച്ചു, അല്ല, നിങ്ങൾ ഞങ്ങളോടൊപ്പം കാറിലാണോ വരുന്നത്? നിങ്ങളെ ഞങ്ങൾ വിളിച്ചില്ലല്ലോ. ഭാസ്കരൻ ഗൗരവത്തിൽ പറഞ്ഞു, പിന്നെ എനിക്ക് കൂടെ വരാനുള്ള സ്ഥലമൊക്കെ ഈ കാറിനകത്തുണ്ട്. 7 പേർക്ക് സുഖമായി തന്നെ ഇതിൽ യാത്ര പോവാം. നിനക്കെന്താണ് ഞാൻ വരുന്നതിൽ വല്ല ബുദ്ധിമുട്ടുണ്ടോ? സുധീഷ് വേഗം പറഞ്ഞു, ഏയ്, എനിക്കെന്ത് ബുദ്ധിമുട്ട്? നിനക്ക് വേണമെങ്കിൽ ഞാൻ ഡ്രൈവിംഗ് ചെയ്തോളാം. നിങ്ങൾ എല്ലാവരും ബാക്കിലിരുന്നോ? അയ്യോ വേണ്ടായേ, ഞാൻ തന്നെ ഡ്രൈവ് ചെയ്തോളാം എന്ന് സുധീഷ് വേഗം അങ്ങ് പറഞ്ഞു. അപ്പോഴേക്കും സുഭാഷ് സുധീഷിന്റെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു, എടാ സുധീഷേ, നോക്കി കണ്ടൊക്കെ പോണം കേട്ടോ, വളവൊക്കെയുള്ള വഴിയാണ്. സുധീഷ് അത് കേട്ടപ്പോൾ ചെറിയൊരു ചിരി വന്നെങ്കിലും ചെറിയൊരു ഈഗോ വർക്കൗട്ടായി. ഓ പിന്നെ എന്തിനാ സുഭാഷ് ഏട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്കറിയാവുന്ന കാര്യമല്ലേ വണ്ടി ഓടിക്കുന്നത്. നോക്കിയും കണ്ടും ഒക്കെ പോകണമെന്നൊക്കെ പിന്നെ എനിക്കറിയാവുന്നതല്ലേ. ഡ്രൈവിംഗ് ഒന്നും എന്നെ ആരും പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ? അതൊക്കെ എനിക്കറിയാം. എന്നാലും പറഞ്ഞതാ, എന്ന് വാ എല്ലാവരും കേറ്, സുഭാഷ് പറഞ്ഞു. അപ്പോഴേക്കും ഭാസ്കരൻ കാറിന്റെ അടുത്തേക്ക് വന്നു. ഭാസ്കരൻ മാത്രം അടുത്തേക്ക് വരാതെ വേഗം ഓടി അങ്ങ് അകത്തേക്ക് പോവാണ്. എല്ലാവരും പരസ്പരം നോക്കി. കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചു വന്നത് കയ്യിൽ 2 നാരങ്ങയുമായിട്ടാണ്. എല്ലാവരും നോക്കി നിൽക്കെ അദ്ദേഹം നാരങ്ങ കാറിന്റെ ടയറിന്റെ അടിയിലേക്ക് അങ്ങ് വെച്ചു. യാത്ര ഐശ്വര്യമായിട്ട് വേണം പോവാൻ. ഇതാവുമ്പോൾ ഒരു ദോഷവും ഉണ്ടാവില്ല, ഭാസ്കരൻ പറഞ്ഞു. എന്നിട്ട് സുധീഷിനോട് പറയണേ, ഇനി വണ്ടി എടുത്തോളാൻ പറയും. ഞാൻ പറഞ്ഞിട്ടില്ലേ, ധൈര്യമായിട്ട് അങ്ങ് വണ്ടി കിട്ടോ. സുധീഷ് ഒരു അമ്പരപ്പോട് കൂടി ഭാസ്കരനെ നോക്കി. ഇങ്ങേർക്ക് ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടായിരുന്നോ എന്ന ഭാവമായിരുന്നു. അങ്ങനെ എല്ലാവരും കാറിൽ കയറി. കാറ് പതുക്കെ മുന്നോട്ട് നീങ്ങി. മുൻസീറ്റിൽ സുധീഷൻ ഉണ്ട്. അടുത്തന്നെ ഹരീഷാണ് ഇരിക്കുന്നത്. പുറകിലാണ് നിധിയും ചാന്ദിനിയും സുഭാഷൊക്കെ ഇരിക്കുന്നത്. സുധീഷ് ഇത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവന് നിധിയോട് സംസാരിക്കാൻ പോലും ഒന്നും പറ്റുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് മീറ്ററിലൂടെ അവനിങ്ങനെ നിധിയെ നോക്കുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ കാറിനുള്ള നിശബ്ദത മാറാൻ വേണ്ടി സുധീഷ് ഒരു പാട്ടങ്ങ് വെച്ചു. നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പാട്ട്. അതിന്റെ സൗണ്ടും കുറച്ചുകൂടി കൂട്ടി വെച്ചു. പാട്ടിന്റെ വരിയിലൂടെ നിധിയെ ഇംപ്രസ് ചെയ്യിപ്പിക്കണം എന്നായിരുന്നു അവന്റെ ലക്ഷ്യം. ആ സമയത്താണ് പുറകിലിരുന്ന ഭാസ്കരൻ അസ്വസ്ഥനായി ചോദിച്ചത്, എന്തിനാടാ നീ ഈ പാട്ടിങ്ങനെ സൗണ്ടൊക്കെ വെച്ചിരിക്കുന്നത്? ചെവി അടിച്ചു പോവല്ലോ. സുധീഷ് മുഖം കനപ്പിച്ചുകൊണ്ട് ചോദിച്ചു, അതെന്താ, പാട്ട് വെക്കാനൊന്നും പാടില്ലേ? വണ്ടിയിൽ പോകുമ്പോ പാട്ടൊക്കെ കേൾക്കുന്നത് രസല്ലേ? പാട്ട് വെക്കാം, പക്ഷെ ഇത്ര സൗണ്ടിലൊക്കെ വെക്കേണ്ട കാര്യമുണ്ടോ? പതുക്കെ വെച്ചാ പോരെ? ഭാസ്കരൻ വിട്ടുകൊടുത്തില്ല. സുധീഷ് അങ്ങ് വാദിച്ചു, അതെ, പാട്ടൊക്കെ കേട്ട് നല്ല സന്തോഷത്തോടു വേണം ഇങ്ങനെ ഒരു യാത്ര പോവാനായിട്ട്. ഇതൊക്കെ വീണ്ടും ഇങ്ങനെ വീട്ടിലൂടെ നിധിയെ നോക്കിക്കൊണ്ടാണ് സുധീഷ് പറയുന്നത്. ഭാസ്കരൻ പുച്ഛത്തോടെ പറഞ്ഞു, പിന്നെ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോ അവന്റെ ഒരു റൊമാൻറ്റിക് പാട്ട്, വല്ല ഭക്തിഗാനവും വെക്കാൻ മേലായിരുന്നു നിനക്ക്? ഇത് കേട്ടപ്പോ അമ്പലത്തിലേക്കാണ് പോകുന്നതെന്ന് ആരും പറയില്ല. അത് കേട്ടപ്പോ സുധീഷ് വല്ലാതെ ചമ്മലായി. ആയിക്കോട്ടെ, എങ്കിൽ പാട്ട് ഞാനങ്ങ് ഓഫ് ചെയ്തോളാം, ആർക്കും ഒരു ബുദ്ധിമുട്ടും വേണ്ട എന്ന് പറഞ്ഞ് അവൻ പെട്ടെന്ന് തന്നെ പാട്ട് ഓഫ് ചെയ്യാണ്. കാറിനുള്ളിൽ വീണ്ടും നിശബ്ദത പടർന്നു. അപ്പോഴേക്കും സുഭാഷ് ഇടപെട്ടു, അതെ, എല്ലാവരും ഇങ്ങനെ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? വല്ലതൊക്കെ സംസാരിക്ക്. സുധീഷ് നിധിയെ നോക്കി ചോദിച്ചു. അതെ, എന്ത് മിണ്ടാനായിട്ടാ? ഇവിടെ ആരും ഒന്നും സംസാരിക്കുന്നില്ലല്ലോ നിധി, നിനക്കൊന്നും പറയാനില്ലേ? നിധി ചിരിച്ചോണ്ട് ചോദിച്ചു. ഞാനെന്ത് പറയാനാ? അല്ല, എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്ക്, യാത്രയല്ലേ? സുധീഷ് ഇടയ്ക്കിടയ്ക്ക് കണ്ണാടിയിൽ കൂടെ നിധിയെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. നിധി തന്നെ നോക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിധി അതുകൊണ്ട് ചെറുതായി എന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. ചാന്ദ്രിയൊക്കെ ആണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതുപോലെ തന്നെ നികേഷും. അവനൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനെ കുടുംബക്ഷേത്രത്തിലേക്കൊക്കെ പോകുന്നത്. അപ്പോ അതിന്റെ ഒരു സന്തോഷമൊക്കെ അവരുടെ മനസ്സിലുണ്ട്. അങ്ങനെ കുറെ ദൂരം പിന്നിട്ടു. പ്രകൃതിയുടെ ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടാ പോകുന്നത്. വലിയ വലിയ മരങ്ങളും കാവുകളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗ്രാമത്തിലേക്ക് അങ്ങ് കാറ് പ്രവേശിച്ചു. സുധീഷ് പുറകോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് ഭാസ്കരനോട് ചോദിച്ചു, അതെ, നമ്മുടെ സ്ഥലം എത്തിയോ എന്ന്? കുടുംബക്ഷേത്രത്തിനകത്ത് എത്താറായി എന്ന് തോന്നുന്നു. ഈ വഴിയാണോ എന്നൊന്നും ഉറപ്പില്ല.
അപ്പോഴേക്കും ഭാസ്കരൻ പെട്ടെന്ന് തന്നെ മുഖം തിരിച്ചു. അതെ, നീ എന്തിനാടാ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത്? നീ വണ്ടി ഓടിക്കുന്ന ആളല്ലേ? സുധീഷ് അത്ഭുതത്തോടു കൂടി ചോദിച്ചു. അല്ല, നിങ്ങളുടെ സ്വന്തം സ്ഥലമല്ലേ ഇത്? നിങ്ങൾ ജനിച്ചു വളർന്ന നാടല്ലേ ഇത്? അപ്പോ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ടൊന്നും കൃത്യമായിട്ട് അറിയാമെന്നാ ഞങ്ങൾ വിചാരിച്ച് ചോദിച്ചതാണ്. ഭാസ്കരനൊന്ന് പരിങ്ങി. അതെ, വഴി, നീ ഒരു കാര്യം ചെയ്യ്, ഇവിടെ വണ്ടി ഒതുക്കിയിട്ട് റോഡ് സൈഡിലെ ഏതെങ്കിലും കടക്കാരോടൊക്കെ പോയി ചോദിച്ചാൽ മതി, അവർക്ക് കൃത്യമായിട്ട് അറിയായിരിക്കും. സുധീഷ് അങ്ങ് പൊട്ടിച്ചിരിച്ചു പോയി. ഓ, അപ്പോ നിങ്ങൾക്ക് അത്രേ അറിവുള്ളൂ അല്ലേ? ഇവിടത്തെ കുറിച്ച് എല്ലാം അറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് വെറും തള്ളിമറിക്കുമായിരുന്നു അല്ലേ? അത് കേട്ടപ്പോ നിധിക്കങ്ങ് ചിരി അടക്കാനായില്ല. അവൾ ഭാസ്കരനോട് ചോദിച്ചു. അല്ല അച്ഛാ, അച്ഛൻ ഈ നാട് അറിയാന്നല്ലേ പറഞ്ഞത്? അച്ഛൻ കുറെ കാലം ഈ നാട്ടിലൊക്കെ താമസിച്ചതാ എന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ എന്താ വഴി പോലും അറിയില്ലേ? ഭാസ്കരൻ തന്റെ ഗൗരവം വിടാതെ തന്നെ പറഞ്ഞു. അതെ, നാട്ടിൽ താമസം എന്ന് പറഞ്ഞ് കുറെ അധികം വർഷങ്ങൾക്ക് ശേഷം വരുമ്പോ ആ പഴയ വഴി അതുപോലെ തന്നെ കിടക്കണമെന്നുണ്ടോ? വഴിയൊക്കെ എത്ര മാറിയിട്ടുണ്ടാവും. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ തന്നെ നിന്നെ ഇവിടെ ഇറക്കി വിട്ടു കഴിഞ്ഞാൽ നിനക്ക് നിന്റെ വീട്ടിലേക്കുള്ള പോവാനുള്ള വഴി അറിയാമോ? അപ്പോഴേക്കും നിധി ചിരിച്ചുകൊണ്ട് പറയാണ്. ഇവിടെ വിട്ടു കഴിഞ്ഞാൽ അറിയത്തില്ല, ഒരുപക്ഷെ അവിടുത്തെ ഏതെങ്കിലും വീട്ടു പരിസരത്ത് വിട്ടാ എന്താ അറിയായിരിക്കും. പിന്നെ അറിയാം. അറിയാം, നല്ല കഥയായി പോയി എന്ന് പറഞ്ഞ് ഭാസ്കരൻ നിധി അങ്ങ് കളിയാക്കാണ്. അപ്പോഴേക്കും നിധിക്ക് ആകെ വല്ലാത്ത ചമ്മലായി പോയി. എല്ലാരും കൂടെ കളിയാക്കി ചിരിക്കാനും തുടങ്ങിയപ്പോ അവളുടെ മുഖം അങ്ങ് താഴ്ത്തി. ആ സമയം തന്നെ സുധീഷ് പറഞ്ഞു. അതെ, നിങ്ങൾ അങ്ങനെ കൂടുതൽ കളിയാക്കാനൊന്നും നിൽക്കണ്ട. നിങ്ങൾക്ക് വഴി അറിയാമെങ്കിൽ നിങ്ങൾ പറ. ഈ സമയത്തന്നെ ഭാസ്കരൻ അങ്ങ് കൈമലർത്തി. എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു. നീ ആരോടെങ്കിലൊക്കെ ചോദിച്ചു പോയിക്കോ. അപ്പോഴേക്കും നിധി ചോദിക്കുന്നുണ്ട്. അല്ല, നമ്മൾ അവിടെ ചെന്നിട്ട് എവിടെയാ ഇറങ്ങുന്നത്? അമ്പലത്തിൽ പോയിട്ട് ഇന്ന് തന്നെ തിരിച്ചു വരാൻ പറ്റില്ലല്ലോ. ഹരീഷ് പറയുന്നുണ്ട്. അത് ശരിയല്ലോ, നമ്മൾ അവിടെ ചെന്നിട്ട് എവിടെയെങ്കിലും സ്റ്റേ ചെയ്യണ്ടേ? അവിടെ ഇനി റൂം എന്തെങ്കിലും സെറ്റ് ആവോ? സുധീഷ് ഒരു പുഞ്ചിരിയോടുകൂടെ പറഞ്ഞു. അതിനൊക്കെ സെറ്റപ്പ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരാളെ അവിടുത്തെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. അയാൾ ഇപ്പോൾ തന്നെ ഇങ്ങോട്ടേക്ക് വരും. നിങ്ങൾ ആരും അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ പറയണേ. അങ്ങനെ കുറച്ച് ദൂരം കൂടി ചെന്നതിന് ശേഷം അവരിങ്ങനെ ഫോൺ എടുത്ത് ഒരാളെ വിളിക്കണേ. അല്ല, ആരെയാണ് ഈ വിളിക്കുന്നത്? സുഭാഷ് ആകാംക്ഷയോട് ചോദിച്ചു. അതെ, ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ ഇവിടെയുണ്ട്. കാര്യങ്ങളൊക്കെ വിളിച്ചു പറയാൻ അയാളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അയാൾ ഇപ്പൊ തന്നെ ഇങ്ങോട്ടേക്ക് വരുമെന്ന് സുധീഷ് ചുറ്റും നോക്കിക്കൊണ്ട് പറഞ്ഞു. അപ്പോഴും ഒരു സൈക്കിളിൽ മുണ്ടും ഷർട്ടൊക്കെ ഇട്ടിട്ട് ഒരു മധ്യവയസ്കാരൻ അങ്ങോട്ടേക്ക് വന്നു. കാറ് കണ്ടപ്പോ അയാൾ സൈക്കിൾ നിർത്തിയിട്ട് അങ്ങോട്ടേക്ക് വന്നു. അല്ല, എന്നെ ഫോൺ വിളിച്ചത് നിങ്ങളിൽ ആരാ? സുധീഷ്. ഞാനാ. സുധീഷ് കാറിൽ നിന്നും പുറത്തിറങ്ങി. എന്നെ മനസ്സിലായോ? എന്നെയാണ് നിങ്ങൾ ഫോൺ വിളിച്ചുകൊണ്ടിരുന്നത്. ഞാനാ മണിയൻ. മണിയൻ ചേട്ടനാണോ? സുധീഷ് സന്തോഷത്തോടുകൂടി അയാളെ പിടിച്ചു. അതെ അതെ. മണിയൻ കാറിൽ എല്ലാവരെയും നോക്കി ചോദിച്ചു. നിങ്ങൾ യാത്ര ചെയ്ത് മടുത്തോ? ക്ഷീണിച്ചോ? എല്ലാവരും ചായ വെള്ളോ എന്തെങ്കിലും കുടിച്ചിട്ടുണ്ടോ? ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചു വരാം. സുഭാഷ് പറയുന്നുണ്ട്. ഏയ്, അതിന്റെ ഒന്നും ആവശ്യമില്ല ചേട്ടാ, ഞങ്ങൾ ഇടയ്ക്ക് ചായയൊക്കെ കുടിച്ചിട്ടാ വരുന്നത്. പിന്നീട് സുധീഷ് ഓരോരുത്തരെയായി പരിചയപ്പെടുത്തി. ഇതെന്റെ ചേട്ടൻ സുഭാഷ്, ഇത് ഹരീഷ്, പിന്നെ ഇത് നികേഷ് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും പരിചയപ്പെടുത്താണ്. ആ സമയത്തിന്റെ കാറിൽ നിന്നും ഇറങ്ങിയ ഭാസ്കരൻ ഇതൊന്നും തന്നെ ശ്രദ്ധിക്കാതെ സ്വന്തം ബാഗും തൂക്കി നേരെ ഒറ്റയ്ക്ക് മുന്നോട്ടങ്ങ് നടന്നു പോവാണ്. അദ്ദേഹത്തിന്റെ ഭാവം കണ്ട അയാൾക്ക് ആരോടും സംസാരിക്കാനും താല്പര്യമില്ല എന്നതുപോലെയായിരുന്നു. അപ്പോഴേക്കും സുഭാഷ് അത് കണ്ട് പിന്നാലെ ഓടിച്ചെന്നു. അച്ഛൻ ഇത് എങ്ങോട്ടേക്കായി പോകുന്നത്? ഒന്നാമത്തെ കാര്യം വഴിയോ സ്ഥലവും ഒന്നും അച്ഛൻ അറിയില്ലല്ലോ, പിന്നെ എങ്ങോട്ടേക്ക് പോകുന്നത് ബാഗും പിടിച്ചിട്ട്? ഭാസ്കരൻ ദേഷ്യത്തോടങ്ങ് തിരിഞ്ഞു നടന്നു. എടാ, എന്റെ നാട്ടിൽ വന്നാ പിന്നെ എനിക്കറിയാൻ പാടില്ലേ വഴിയൊക്കെ? നീയൊക്കെ പോയിക്കോ. നീയൊക്കെ താമസിക്കാൻ ഒരിടമുണ്ടല്ലോ, അങ്ങോട്ടേക്ക് പോയിക്കോ. നിങ്ങളൊക്കെ താമസ സ്ഥലത്തേക്ക് വൈകുന്നേരം ഞാൻ കൃത്യമായിട്ട് അങ്ങ് എത്തിക്കോളാം. എന്റെ നാട്ടിൽ വന്നിട്ട് നീ എന്നെ വഴി പഠിപ്പിക്കാതെ നോക്കണ്ട. അണ്ണാൻകുഞ്ഞിനെ മരം കയറാൻ പഠിപ്പിക്കുന്നത് പോലെയടാ, ഒന്ന് പോടാ അവിടുന്ന് എന്നൊക്കെ പറഞ്ഞ് ഭാസ്കരൻ ആട്ടി. അതും പറഞ്ഞ് ഭാസ്കരൻ വേഗം അവിടെ നിന്ന് നടന്നു പോവാണ്. സുഭാഷിന് ആകെപ്പാട് ഞെട്ടിലായി. ഇനിയിപ്പോ ഭാസ്കരനെ അന്വേഷിച്ച് പോവേണ്ടി വരുമോ എന്നായിരുന്നു അവന്റെ ചിന്ത. അങ്ങനെ അയാൾക്ക് എവിടെയൊന്നും വലിയ പരിചയമില്ല എന്ന് നേരത്തെ തന്നെ മനസ്സിലായതു. എന്നിട്ട് പോലും ഈ ഒരു വാശി കണ്ടില്ലേ? ഈ സമയം തന്നെ സുധീഷിനോട് മണിയൻ പറയുന്നുണ്ട്. അതെ, എന്റെ പിന്നാലെ വണ്ടിയും കൊണ്ട് പോരെ, വീടും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്, ഞാൻ കാണിച്ചു തരാമെന്നും പറയും. എങ്കിൽ ശരിയെന്ന് പറഞ്ഞ് സുധീഷ് വണ്ടിയെടുത്ത് മണിയൻ സൈക്കിളിന് മുന്നിൽ കാറുമായിട്ട് പുറകിൽ അങ്ങനെ യാത്ര തുടർന്നു. അധികം വൈകാതെ തന്നെ അവരൊരു പഴയ എന്നാൽ വളരെയധികം മനോഹരമായ ഒരു വീടിന്റെ മുറ്റത്തേക്ക് എത്തുകയാണ്. അവിടെ നിറയെയധികം ചെടികളും മരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ഒരുപാടധികം ഇഷ്ടപ്പെട്ടു ആ സ്ഥലം. ഇവിടുത്തെ സ്ഥലങ്ങളും ശാന്തമായ അന്തരീക്ഷമൊക്കെ നികേഷിനും ഹരീഷിനൊക്കെ ഭയങ്കര അങ്ങ് ഇഷ്ടപ്പെടുകയാണ്. നല്ല ഭംഗിയായിരുന്നു ആ ഒരു ഗ്രാമപ്രദേശം. അങ്ങനെ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ നികേഷ് വീടിന് ചുറ്റും നടന്നു. എന്നിട്ട് ചോദിക്കാണ്. അല്ല സുധീഷേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അച്ഛന്റെ കുടുംബ തറവാട് ഇവിടെയല്ലേ? അച്ഛൻ നേരത്തെ തന്നെ പറഞ്ഞതല്ലേ? അപ്പോ ഇത് തറവാടാണോ? സുധീഷ് പറഞ്ഞു. എടാ പൊട്ട, കുടുംബ തറവാടല്ല, കുടുംബക്ഷേത്രമാണ്. അങ്ങനെ പറ. അല്ല, അങ്ങനെയാണെങ്കിൽ അച്ഛൻ ഇവിടെ ജനിച്ചു വളർന്നതാണെങ്കിൽ അച്ഛന്റെ സ്വത്തുക്കൾ വല്ലതും ഇവിടെ കാണോ? നികേഷ് വളരെ ഗൗരവത്തോടെ ചോദിച്ചു. സുഭാഷ് അങ്ങ് അത്ഭുതപ്പെട്ടു. എന്ത് സ്വത്തുക്കള്? അല്ല,
നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, പാരമ്പര്യമായിട്ട് കുറെ അധികം സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അവിടെ തറവാടും വലിയ പറമ്പും ഒക്കെ കാണുമെന്ന്, അങ്ങനെ എന്തെങ്കിലും അച്ഛന്റെ പേരിൽ ഇവിടെ കാണുമോ എന്ന് ചോദിച്ചതാ. അത് കേട്ടപ്പോ സുഭാഷ് അങ്ങ് ചിരിച്ചുപോയി. സുധീഷ് കിടന്നങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ്. എടാ നികേഷേ, നീ അല്ലാതെ ഇങ്ങനെയൊക്കെ ചിന്തിക്കോ? അത് നമ്മുടെ അച്ഛന് വേറെ പണിയൊന്നുമില്ല, അതും പറഞ്ഞ് നീ എങ്ങോട്ടേക്ക് വിട്ടേക്ക്. ഇവിടെയൊന്നും നമ്മുടെ അച്ഛന് ഒരു തരി മണ്ണ് പോലും ഉണ്ടാവില്ല. അങ്ങനെ ഒടുവിൽ അവരെ സാധനങ്ങളും ബാഗും എല്ലാം തന്നെ ഇറക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മണിയൻ ഓടി വന്ന് പറഞ്ഞു, അതെ, ഈ വീട്ടിൽ നിങ്ങൾ താമസിക്കുന്നത് ഇന്നിപ്പോ ക്ഷേത്രത്തിലേക്ക് പോകാനൊന്നും പറ്റില്ലല്ലോ. വൈകുന്നേരം ആയില്ലേ, നാളെ എല്ലാവരും കുളിച്ച് ഫ്രഷ് ആയിട്ട് രാവിലെ തന്നെ ക്ഷേത്രത്തിലേക്ക് പോകാൻ റെഡിയായിട്ട് നിന്നാ മതി. അപ്പോഴേക്കും നികേഷ് ചുറ്റും നോക്കിയിട്ട് ചോദിച്ചു, അല്ല മണിചേട്ടാ, ഈ വീട്ടിൽ ഞങ്ങൾ ഇത്രയും പേർക്ക് താമസിക്കാനൊക്കെ പറ്റുമോ? റൂമൊക്കെ ഉണ്ടോ? പിന്നെ ഇതൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അതെ, കുടുംബക്ഷേത്രത്തിൽ വരുന്ന ആൾക്കാർക്ക് ഇവിടെ തന്നെയാണ് താമസം. ഇതിനു വേണ്ടി തന്നെയാണുള്ളതാണത്. നികേഷ് ആകാംക്ഷയോട് ചോദിച്ചു, അല്ല, കുടുംബക്ഷേത്രത്തിൽ വേറെ ആളുകളൊന്നുമില്ലേ? ഞങ്ങളെ കൂടാതെ വേറെ ആൾക്കാരൊക്കെ വരാറുണ്ടോ? മണിയൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെ, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാ. ഇത് നിങ്ങളുടെ കുടുംബക്ഷേത്രമായിരിക്കും. പക്ഷേ ഇവിടെയുള്ള നാട്ടുകാരെന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രത്തോട് എത്രമാത്രം വിശ്വാസമാണെന്നറിയാമോ? അത് നിങ്ങൾ ഇനി നാളെ അമ്പലത്തിൽ ചെല്ലുമ്പോൾ അറിയാൻ പറ്റും. മണിയൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിധി ആ വീടിന്റെ വരാന്തയിലും ചുറ്റുമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് അവളുടെ കണ്ണിൽ വരാന്തയുടെ മൂലയിൽ കിടക്കുന്ന കുറെ അധികം ചെരുപ്പുകൾ പോയത്. സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ചെരുപ്പുകളൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. അവൾ സംശയത്തോട് ചോദിച്ചു, അല്ല മണിയൻ ചേട്ടാ, ഇവിടെ കുറെ ചെരുപ്പൊക്കെ കിടക്കുന്നുണ്ടല്ലോ. ഈ വീട്ടിലിപ്പോ വേറെ ആൾക്കാരെങ്കിലും ഉണ്ടോ? മണിയൻ തലയിലടിച്ചങ്ങ് പറഞ്ഞു, അത് ഞാൻ പറയാൻ മറന്നുപോയി. നിങ്ങളുടെ സ്വന്തക്കാരൊക്കെ തന്നെയാ ഇവിടെ ഉള്ളത്. സുഭാഷ് ഞെട്ടലോട് ചോദിച്ചു, എന്ത് സ്വന്തക്കാരോ? ഞങ്ങളുടെ ഏത് സ്വന്തക്കാര്? അതെ, അവരും ക്ഷേത്രത്തിലേക്ക് തൊഴാൻ വേണ്ടി വന്നതാ. ഇന്നലെ വൈകുന്നേരം എത്തിയതാ അവര്. മണിയൻ കൂളായി പറഞ്ഞു. ആരായിരിക്കും മതി എന്ന ചിന്തയിൽ സുഭാഷും സുധീഷും പരസ്പരം നോക്കി. അപ്പോഴാണ് അകത്തു നിന്നൊരു സ്ത്രീരൂപം പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. അത് വേറെ ആരുമായിരുന്നില്ല, സാക്ഷാൽ സുനന്ദയായിരുന്നു. സുനന്ദയെ കണ്ടു കഴിഞ്ഞപ്പോ സുഭാഷും സുധീഷും എല്ലാവരും ഒരുപോലെ അങ്ങ് ഞെട്ടിത്തിരിച്ചവിടെ നിന്നുപോയി. എല്ലാവരുടെയും മുഖത്ത് അവിശ്വസനീയത നിഴലിച്ചു. നീയോ എന്ന് ചോദിച്ചുകൊണ്ട് സുഭാഷ് പെട്ടെന്ന് തന്നെ ഒരടിയങ്ങ് മുന്നോട്ട് വെച്ചു. മുറ്റത്ത് നിൽക്കുന്ന സുഭാഷിനെയും സുധീഷിനെയും കണ്ട് സുനന്ദക്കും വിശ്വാസം വന്നില്ല. അവൾ വാ പൊളിച്ചിങ്ങനെ നിന്നു പോവാണ്. നിങ്ങളെന്താ ഇവിടെ? ഞങ്ങൾ ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിലേക്ക് പ്രാർത്ഥിക്കാൻ വന്നതാ. അല്ല, നീ എന്താ ഇവിടെ വന്നത്? സുഭാഷ് ദേഷ്യം കടിച്ചു പിടിച്ച് ചോദിച്ചു. സുനന്ദ പരിങ്ങലോട് പറഞ്ഞു, ഞാനും ഇങ്ങോട്ടേക്ക് വന്നതാ. ഞാനും അമ്മയും ഒപ്പം ഉണ്ട്, അഖിലേട്ടനും ഉണ്ട്. ഇതെങ്ങനെ സംഭവിച്ചു എന്നറിയാതെ സുധീഷ് ഇങ്ങനെ തലയിൽ കൈവച്ചു. അപ്പോഴേക്കും മണിയൻ അവിടുത്തെ അന്തരീക്ഷം പന്തിയല്ല എന്ന് മനസ്സിലാക്കി മെല്ലെ പിന്മാറി. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ അങ്ങോട്ടേക്ക് പോവാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ ഫോണിൽ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ പെട്ടെന്ന് തന്നെ സൈക്കിളും എടുത്ത് അവിടെ നിന്ന് പോയി. ആ സമയത്ത് തന്നെ വരാന്തയിലെ ഗ്രില്ലിന്റെ ശബ്ദം തുറക്കപ്പെടുകയാണ്. ആരാ സുനന്ദ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ അകത്തു നിന്നും ലളിത മുറ്റത്തേക്ക് വന്നു. പുറത്ത് സുഭാഷിനെയും ഹരീഷിനെയും സുധീഷിനെയും എല്ലാവരെയും ബാഗുമായി നിൽക്കുന്ന കാഴ്ച കണ്ട് ലളിതയ്ക്ക് ഒട്ടും തന്നെ സഹിച്ചില്ല. അവരുടെ മുഖം കോപം കൊണ്ട് ചുവന്നു. കയ്യിലിരുന്ന തോർത്ത് അവർ ദേഷ്യത്തോടങ്ങ് തോളത്തേക്കിട്ടു. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? നിങ്ങൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? ഞങ്ങളുടെ സ്വൈര്യം കെടുത്താൻ വേണ്ടിട്ട് ഇവിടെ എന്തിനാ നിങ്ങൾ കെട്ടിയെടുത്തത്? അങ്ങനെ ചോദിച്ചുകൊണ്ട് ലളിത കുറേയധികം ചീത്ത വിളിക്കാൻ തുടങ്ങി. ആ വീടിന്റെ മുറ്റത്ത് അവരുടെ ശബ്ദം അങ്ങ് അലയടിച്ചു. അപ്പോഴേക്കും സുധീഷ് ദേഷ്യം വന്നാണ്. അവൻ വിട്ടുകൊടുക്കാനൊന്നും തയ്യാറായില്ല. അതെ ലളിതാമേ, അങ്ങനെ അങ്ങ് ചീത്ത പറയാനൊക്കെ വരട്ടെ. ഞങ്ങൾ ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിലേക്കാ വന്നത്. ക്ഷേത്രത്തില് വന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാ. അതിന് നിങ്ങളുടെ മാത്രം സ്വത്തൊന്നുമല്ലല്ലോ ഈ വീടും അമ്പലവും ഒക്കെ. ഇതൊക്കെ ഞങ്ങളുടെ കുടുംബക്ഷേത്രം കൂടിയാ, ഞങ്ങളുടെ ക്ഷേത്രമാ. ഞങ്ങൾക്കും ഇതിൽ അവകാശമുണ്ട്. അവിടെ വരാൻ നിങ്ങൾക്ക് പെർമിഷൻ ഒന്നും എടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇത് കേട്ട ലളിതയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. ലളിത ഒട്ടും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല അത്. തങ്ങൾ മാത്രം വന്ന് സമാധാനമായി പ്രാർത്ഥിച്ചു മടങ്ങാമെന്ന് കരുതിയ സ്ഥലത്ത് തനിക്ക് ഏറ്റവും വെറുക്കപ്പെട്ടവർ വന്നിരിക്കുന്നു. ലളിത പല്ലിറുമ്മിക്കൊണ്ട് ചുറ്റും നോക്കി. അപ്പോഴാണ് ആ വീടിന്റെ ഉമ്മറത്തേക്ക് അഖിലങ്ങ് ഇറങ്ങി വരുന്നത്. പുറത്ത് ഇത്രയും വലിയ ബഹളം കേട്ടപ്പോ അവന് ഇത്രയും നേരം ശാന്തനായിരുന്നു. അവരെ കണ്ടപ്പോ അഖിലിന്റെ മുഖത്ത് വല്ലാത്ത സന്തോഷം വിരിഞ്ഞു. ഇതാരൊക്കെയായി വന്നിരിക്കുന്നത്? എല്ലാവരും ഒന്നിച്ച് ഇവിടെ കാണാൻ പറ്റിയല്ലോ, വളരെ സന്തോഷമായിരുന്നു എന്ന് അഖിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മുറ്റത്തേക്ക് ഇറങ്ങി വരാണ്. എന്നിട്ട് സുനന്ദയെ നോക്കി ചോദിച്ചു, അല്ല, ഇവർ വരുന്നതിനെ കുറിച്ചൊന്നും സുനന്ദ നീ എന്നോട് പറഞ്ഞില്ലല്ലോ? സുനന്ദ വിക്കി പറഞ്ഞു, അത് പിന്നെ അഖിലേട്ടാ, അപ്രതീക്ഷിതമായിട്ടാ ഇവരെ ഇങ്ങോട്ടേക്ക് വന്നത്. ഞാൻ വരുന്ന കാര്യം ഇവർക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഇവർ വരുന്ന കാര്യം എനിക്കും അറിയില്ലായിരുന്നു. അഖിലിന് അത് കേട്ടപ്പോ ഭയങ്കര സന്തോഷമായിരുന്നു. എല്ലാവരും കൂടെ ഒരിടത്ത് കണ്ടു കഴിഞ്ഞപ്പോ പഴയ ആ ഒരു കുറെ ഓർമ്മകളൊക്കെ അവരുടെ മനസ്സിലേക്ക് വന്നു. പക്ഷേ ലളിതക്ക് അതൊട്ടും തന്നെ സഹിച്ചില്ല, ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. ലളിത ഭയങ്കര ടെൻഷനായി പോവുകയാണ്. ഇനി 3-4 ദിവസം ഇവർ ഒരേ വീട്ടിൽ എങ്ങനെ കഴിയും? സുഭാഷും സുധീഷും ഒക്കെ എന്ത് പ്രശ്നമായി ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള ചിന്തയായിരുന്നു ആ ലളിതയുടെ മനസ്സിലുണ്ടായിരുന്നത്. സുഭാഷ് ആണെങ്കിൽ സുനന്ദയെ തന്നെ ഇങ്ങനെ രൂക്ഷമായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്ത് സംഭവിക്കുമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ശ്വാസം മടക്കി പിടിച്ച് ആ ഒരു പഴയ കുടുംബ വീട്ടിന്റെ മുറ്റത്തിൽ
അടിപൊളിയായിട്ടുള്ള രംഗങ്ങളാണ് കേട്ടോ ഇനി വരാൻ പോകുന്നത്. അപ്പോ കാറ്റത്തെ കുളിക്കൂടിൽ ഇനി വരാൻ പോകുന്ന സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡൊക്കെ തന്നെയായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം.